ഹായ് എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്ന് ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല മൊരിഞ്ഞിട്ടുള്ള ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. കുക്കർ അടച്ചു വെച്ച ശേഷം 4 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് 4 വിസിൽ അടുപ്പിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുവാണ്. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയ ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ബീഫൊക്കെ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഈ വെള്ളത്തിൽ നിന്നൊന്നും മാറ്റിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കളയരുത്. അത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് സവോള കൊത്തി അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, കുറച്ച് ഉപ്പൂടെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്നു വന്ന ശേഷം കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ബീഫ് ക്രഷ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ബീഫ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ ബീഫ് കുക്ക് ചെയ്ത് അതിൻ്റെ സ്റ്റോക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചൊരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് മാറ്റാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുക്കി കട്ടറിലാണ് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹേർട്ട് ഷേപ്പാണ് ചെയ്തെടുക്കുന്നത്. കട്ട്ലറ്റ് ഞാൻ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തതിലേക്ക് ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലിട്ട് കോട്ട് ചെയ്തെടുക്കാം. കട്ട്ലറ്റ്സ് എല്ലാം ഞാനിവിടെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ ചൂടാക്കി എടുത്ത ശേഷം ഇതുപോലെ കട്ട്ലറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കരുത്. അപ്പോൾ കട്ട്ലറ്റ്സ് ഇടുന്ന വശം തന്നെ അതങ്ങ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് റെസിപ്പിയായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.